പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, 2026 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയം വഹിക്കുന്ന രാജ്യമേത്? ഉത്തരം ബാക്കു, റിപ്പബ്ലിക് ഓഫ് അസർബൈജാൻ. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി. പരിസ്ഥിതി ദിനത്തിൻ്റെ ഔദ്യോഗിക നിറമായി കണക്കാക്കുന്നത് ഏതാണ്? ഉത്തരം പച്ച. ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വൃക്ഷ സംരക്ഷണം. ഇന്ത്യയുടെ ഫോറസ്റ്റ് മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജാദവ് പായാങ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വനം ഏതാണ്? ഉത്തരം ആമസോൺ. 1950 വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചതാര്? ഉത്തരം KM മുൻഷി. കേരള സർക്കാർ പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന വനം വികസനത്തിനുള്ള പൊതുമേഖലാ സ്ഥാപനം ഏത്? ഉത്തരം കേരള ഫോറസ്റ്റ്. വനം വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി? ഉത്തരം എൻ്റെ മരം. സുന്ദർലാൽ ബഹുഗുണ ഏത് പരിസ്ഥിതി സമരത്തിൻ്റെ നേതാവായിരുന്നു? ഉത്തരം ചിപ്കോ. ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കായി കണക്കാക്കപ്പെടുന്ന കന്നിമരം എവിടെയാണുള്ളത്? ഉത്തരം പറമ്പിക്കുളം. വനനശീകരണം മൂലം അന്തരീക്ഷത്തിൽ കൂടുന്ന വാതകം ഏതാണ്? ഉത്തരം കാർബൺ ഡയോക്സൈഡ്. റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് ഫൗണ്ടേഷനുമായി ചേർന്ന് സ്ഥാപിച്ച ഒരു വലിയ തോതിലുള്ള മൃഗസംരക്ഷണ കേന്ദ്രം? ഉത്തരം വന്താര. എവിടെയാണ് വന്താര മൃഗസംരക്ഷണം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഗുജറാത്തിലെ ജാംനഗറിൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമേത്? ഉത്തരം തെങ്ങ്. പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അലക്സാണ്ടർ വോൺ ഹംബർട്ട്. ജൈവവൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? ഉത്തരം വയനാട്. ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം തണ്ണീർത്തടങ്ങൾ. കാടെവിടെ മക്കളെ എന്ന് തുടങ്ങുന്ന വരികൾ ആരുടേതാണ്? ഉത്തരം അയ്യപ്പ പണിക്കർ. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വർഷമേത്? ഉത്തരം 2012. കേരളത്തിലെ ഏത് ദേശീയ ഉദ്യാനമാണ് വരയാടുകൾക്ക് പ്രശസ്തമായത്? ഉത്തരം ഇരവികുളം. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏത്? ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏത്? ഉത്തരം കോന്നി. എന്നാണ് കേരള സർക്കാരിൻ്റെ വനമിത്ര പുരസ്കാരം നിലവിൽ വന്നത്? ഉത്തരം 2005. സൈലന്റ് വാലി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം പാലക്കാട്, മണ്ണാർക്കാട് താലൂക്കിൽ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാകുന്നത് ഏതിനം ചെടികളുടെ പേരിലാണ്? ഉത്തരം കണ്ടൽ ചെടികൾ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം? ഉത്തരം 1966. ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ 111 തൈകൾ നടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? ഉത്തരം രാജസ്ഥാനിലെ പിപ്ലാന്തി.
ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ഉത്തരം ഒരേ ഒരു ഭൂമി, ഓൺലി വൺ എർത്ത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗമേത്? ഉത്തരം ആന. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏത്? ഉത്തരം ബാണാസുര സാഗർ ഡാം. കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്? ഉത്തരം ഇന്ദുചൂടൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഉത്തരം ഗുജറാത്തിലെ ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്. കർഷക സുഹൃത്ത് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മണ്ണിര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മേധാ പട്കർ. സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര്? ഉത്തരം സസ്യഭോജികൾ. കേരളത്തിൽ സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം ജെസി ബോസ്. സൈലന്റ് വാലി എന്ന പേരിന് കാരണം? ഉത്തരം ചീവീടുകൾ ഇല്ലാത്തതുകൊണ്ട്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ജൈവമണ്ഡലം, ബയോസ്ഫിയർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ? ഉത്തരം ദ ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇത് പശ്ചിമ ബംഗാളിലെ ഹൗറ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ജൈവ വൈവിധ്യ രജിസ്റ്റർ നൽകിയ കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏത്? ഉത്തരം എടവക, വയനാട് ജില്ലയിൽ. ഒറ്റ വിത്തുള്ള ഫലമേത്? ഉത്തരം തേങ്ങ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക്? ഉത്തരം നെയ്യാർ, തിരുവനന്തപുരം ജില്ലയിൽ. കേരളത്തിലെ വിസ്തൃതി കുറഞ്ഞ വനം ഡിവിഷൻ ഏത്? ഉത്തരം അഗസ്ത്യ വനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത്? ഉത്തരം ഇടുക്കി. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 18. കേരള സംസ്ഥാന പക്ഷി ഏത്? ഉത്തരം വേഴാമ്പൽ, മലമുഴക്കി വേഴാമ്പൽ. ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനമേത്? ഉത്തരം സിക്കിം. സൈലന്റ് വാലി ദേശീയ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം രാജീവ് ഗാന്ധി, 1985. ഇന്ത്യയിൽ ആദ്യ പരിസ്ഥിതി ദിനം ആചരിച്ച വർഷമേത്? ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.